ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കുറേ നാളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റ പാടെ നമ്മുടെ ബെഡും കിടക്ക് വിരിയ പുതപ്പൊക്കെ മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പോയിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വരാം. ഒരു 6 മണി 5:45 ആ ഒരു ടൈമിലാട്ടെ ഞാൻ എഴുന്നേറ്റത് കൊണ്ട് പിന്നെ പോസ്റ്റുമലാണെങ്കിൽ ലേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബ്രഷ് ചെയ്യാൻ പോയിട്ടാ. ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 7 മണിയൊക്കെ ആയ ടൈമിലായി. അപ്പോൾ ഈ നേരമൊക്കെ വെളുത്തു നന്നായിട്ട് എഴുന്നേറ്റ് വടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പോഴേക്കും പിന്നെ അടുക്കളയിൽ പുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു, പിന്നെ ചായയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അങ്ങനെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ബൂസ്റ്റ് ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. കുറച്ച് നേരം രാത്തൊക്കെ വന്നിരുന്നിട്ട് തലയിൽ നല്ല ഫുള്ള് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇന്നൊരു ഹെയർ പാക്ക് ഇടാന്ന് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചെമ്പരത്തി, പിന്നെ അതുപോലെ കറിവേപ്പില, പേരയുടെ ഇല, അങ്ങനത്തെ ഐറ്റംസ്, തുളസി, അതൊക്കെ കൂടി മിക്സിയിൽ അടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു. പിന്നെ അത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടു. അപ്പോൾ നന്നായി എണ്ണ തേച്ചതിന് ശേഷം തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ തലയൊക്കെ ഞാൻ ആദ്യം തന്നെ പുറത്തു നിന്ന് കുളിച്ചു. തലയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് പുട്ടും ഗ്രീൻ ബീൻസ് കറിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഹെയർ പാക്കൊക്കെ ഇട്ടുകൊണ്ടാന്ന് തോന്നിയിട്ട് മുടി നന്നായിട്ട് ചുരുണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്ക് വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്കും സബോളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ കറി വയ്ക്കുന്നവർ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള വഴറ്റിയിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെണ്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഞാൻ ബക്കറ്റിലാക്കി വെച്ചിട്ടാണ് പിന്നെ ഇതും കൂടെ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു തോരിയിടാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. വെണ്ടയ്ക്കുപ്പേരി മാത്രമല്ല കേട്ടോ, പിന്നെ നമുക്കിന്ന് ഗ്രീൻ ബീൻസ് കറി ഇട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കായിട്ട്. അപ്പോൾ വെണ്ടയ്ക്കുപ്പേരിയായി. അതിന് ശേഷം പിന്നെ ഞാൻ തുണികളൊക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു. കുറേ ഡ്രസ്സുകൾ ഇടാനായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആയിട്ട് ഏകദേശം ആ ടൈമിലാണ് അലക്കൊക്കെ കഴിഞ്ഞത്. പിന്നെ എല്ലാതും വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി കണ്ടിട്ട് ഇരുന്നിട്ടാണ് പിന്നെ ചോറൊക്കെ കൊണ്ടത് കേട്ടോ. ചോറിന് ഗ്രീൻ ബീൻസ് കറിയും പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക് ഉപ്പേരിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടെ ഗൈസ് എനിക്ക് ഫേസ് പാക്ക് ഇടാനായിട്ട് നേരം കിട്ടിയത്. അത് ഫേസ് പാക്ക് വേറെ ഒന്നുമല്ല, തക്കാളിയും പിന്നെ കടലമാവും ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടിട്ട് അതാണ് പാക്കായിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടത്. അപ്പം അമ്മ ഉച്ച തിരിയുമ്പോഴേക്കും നമ്മുടെ ജസ്റ്റ് വെറുതെ അരിപ്പൊടി വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് അതിലേക്ക് ശർക്കരയും പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകവും ഇട്ടിട്ട് കുറുക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഉച്ച തിന്നിട്ട് കഴിക്കാനായിട്ടുണ്ടായിരുന്നില്ല ചായക്ക്. അപ്പം ഇങ്ങനെ എളുപ്പ വഴിക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മുഖത്ത് ഫേസ് പാക്കൊക്കെ ഉണങ്ങി ഞാൻ കഴുകി കളഞ്ഞു കേട്ടോ. അപ്പോൾ തക്കാളി ഇടുന്നതുകൊണ്ട് മുഖം ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കുറുക്ക് ഏതാണ്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയായിരുന്നു. അപ്പം അമ്മ പ്ലേറ്റിലാണ് എടുത്തത്, ഞാൻ ഗ്ലാസ്സിലാണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. 5:45 വരെ ആ പരിപാടിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെടി നനയ്ക്കാനായിട്ട് നിന്നത്. ഇവിടെ ഇങ്ങനത്തെ കുറേ കൊങ്ങിണി പൂക്കളുണ്ട് കേട്ടോ. കൊങ്ങിണി എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയുക. നിങ്ങൾ എന്താ പറയുകയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇതുപോലത്തെ റെഡും പിന്നെ അതുപോലെ തന്നെ യെല്ലോയും പിന്നെ കുറേ സാധാ പോലത്തെ ഇലച്ചെടികൾ കുറേ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുറച്ചൊക്കെ റോസ് പിന്നെ സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ കുറച്ച് ഇലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു സൈഡിൽ ഫുള്ള് കറ്റാർവാഴ വെച്ചിട്ടുണ്ട്. കറ്റാർവാഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അതൊക്കെയാണ് പിന്നെ ചെടികളായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെടിദാനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കുളിക്കാനൊക്കെ പോയി. പിന്നെ നമ്മൾ സാധാ പോലെ ഒരു 6:15 ഒരു ടൈമിൽ നമ്മൾ വിളക്ക് വെച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇന്ന് രാത്രിക്ക് കുബൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ കുബൂസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധാ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അതും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. മസാലയൊക്കെ പരട്ടിയിട്ട് നമ്മളത് വേവിച്ച് വെച്ചേന്, അതായത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി അതിൽ എന്തൊക്കെ ചേർക്കണേ എന്നുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കുബൂസ്, ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ മയണൈസ് വീട്ടിലുണ്ടാക്കിയതാട്ടോ. അതൊക്കെയായിരുന്നു രാത്രിത്തെ ഫുഡ്. അപ്പം നമ്മൾ TV ഒക്കെ കണ്ടിട്ടാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നടക്കും. ബൈ ബൈ.